എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് അറിയാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിലുപരി ഒരുപാട് യൂസ്ഫുൾ ആയി എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരുടെയും കമന്റ്സും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്, ഒത്തിരി സന്തോഷം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു, അതിലുപരി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴേ. അപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവരെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ട് MS വേർഡിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇപ്പൊ ഒരു 7ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഡയറക്റ്റ് കാണുന്നവര് നമ്മുടെ ചാനൽ കയറിയിട്ട് പഴയ ക്ലാസ് കൂടി കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എത്ര പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചവരാണെങ്കിലും നമ്മുടെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് നമുക്ക് എങ്ങനെയാണ് MS വേർഡ് ഡോക്യുമെന്റിൽ ബോർഡർ കൊടുക്കുന്നതെന്നാണ്. അപ്പൊ നമ്മൾ ബോർഡർ കൊടുത്തപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡാറ്റയിലെ എല്ലാ പേജിലും ബോർഡർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സെമിനാറുകളും അസൈൻമെന്റുകളും ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട് പേജിൽ ബോർഡർ വേണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേജിൽ നമുക്ക് ബോർഡർ വേണ്ടാതെ വരാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള പേജിൽ ബോർഡർ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നമുക്ക് ബോർഡർ കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്ന ടാബിലാണ്. അപ്പൊ ഡിസൈൻ എന്ന് പറയുന്ന ടാബ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. അതായത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഈ ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു ടാബിന്റെ എവിടെയെങ്കിലും, പിന്നെ സ്ഥലത്ത് വേണമെന്നില്ല, നമുക്ക് ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ആ ഡിസൈൻ എന്ന് പറയുന്ന ടാബിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഡിസൈൻ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ആയി വരും. അപ്പൊ നമുക്കിങ്ങനെ അതിന്റെ തൊട്ട് താഴെ അതിന്റെ സബ് ഗ്രൂപ്പുകളെല്ലാം കാണാനായിട്ട് സാധിക്കും. അതായത് ഫസ്റ്റ് ഗ്രൂപ്പാണ് ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ്, സെക്കൻഡ് ഗ്രൂപ്പാണ് കളേഴ്സ്, അതുപോലെ തന്നെ ഫോൺസ്. നമുക്ക് ആവശ്യമുള്ള ബോർഡർ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പാണ്. പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതിൽ അവസാനത്തെ ഗ്രൂപ്പാണ് പേജ് ബോർഡർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യം ബോർഡർ കൊടുക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത് ഈ പേജ് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷന്റെ എവിടെയെങ്കിലും മൗസ് ഒന്ന് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ തന്നെ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് എന്ന് പറയുന്ന ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നൺ എന്ന് പറയുന്നതാണ്. അതായത് നമുക്ക് ബോർഡർ വേണ്ട, ബോർഡർ കളയാനായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഈ താഴോട്ട് കാണുന്ന സെറ്റിംഗ്സിലെ ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഏത് തരത്തിലുള്ള ബോർഡർ വേണമെന്നുള്ളത് ചൂസ് ചെയ്യുവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല ഭംഗിയായിട്ട് പഠിച്ച കാര്യമാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് ഈ ബോക്സ് എന്ന് പറയുന്നതാണ്. ഈ ബോക്സ് എന്ന് പറയുന്ന ഇതിലോട്ട് ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബോക്സിന്റെ ഷേപ്പിലുള്ള ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രിവ്യൂ കാണാം. അതായത് നമ്മൾ ആ ഒരു ബോക്സ് ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള പ്രിവ്യൂ കാണാം. ഇനി ഈ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നിന്നും നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത് ആ സ്റ്റൈലും ചൂസ് ചെയ്യുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല വിശദമായിട്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ എത്രത്തോളം കേൾക്കുന്നു അത്രത്തോളം നമ്മൾ അതങ്ങ് പഠിച്ചു പോയിക്കോളും. അപ്പൊ ഈ ക്ലാസ്സിലൂടെ നമ്മളത് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ക്ലാസ് കാണുന്നത് ബേസിക് ആയിട്ട് പഠിച്ചു വരുന്നവരാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം കേട്ടാലും അത് നമുക്ക് നല്ലതാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ സ്റ്റൈൽസിൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റൈൽ ചൂസ് ചെയ്തു. ഇനി കളറ്, നമുക്ക് ഇഷ്ടമുള്ള കളറും നമ്മൾ ഇവിടുന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് അപ്ലൈ ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ കിടക്കുന്നത് ഹോൾ ഡോക്യുമെന്റ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഹോൾ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് അതാണ് കാണാൻ പറ്റുന്നത്. അതായത് നമുക്കിതൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലോട്ട് മൗസ് വെച്ചു. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡോക്യുമെന്റിൽ ബോർഡർ വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത പോലെ സ്റ്റൈല് കളറില് ബോർഡർ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പേജിലുമാണ് ബോർഡർ. അതായത് ഹോൾ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റിൽ എത്ര പേജ് ഉണ്ടോ അത്രയും പേജില് ബോർഡർ വരും. പക്ഷെ നമ്മുടെ ആവശ്യം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പേജിൽ ബോർഡർ വേണ്ട, ബാക്കിയുള്ള പേജിലായിരുന്നു വേണ്ടത്. അപ്പൊ അത് കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഈ കണ്ട ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിംഗ് എന്ന് പറയുന്ന ഈ പേജില്
അപ്ലൈ ടു എന്ന് പറയുന്ന ഈ ബോക്സിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ വിസിബിൾ ആയിട്ട് കാണും. അപ്പൊ ജസ്റ്റ് നമ്മൾ അതൊന്ന് വായിച്ചു നോക്കുക. ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഹോൾ ഡോക്യുമെന്റ് ആണ്. അതിനുശേഷം ദിസ് സെക്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ ദിസ് സെക്ഷൻ ഫസ്റ്റ് പേജ് ഉള്ളി. അതായത് നമ്മുടെ ഈ ഡോക്യുമെന്റിലെ ആദ്യത്തെ പേജിന് മാത്രം ബോർഡർ മതി. നമ്മൾ ഈ ഫസ്റ്റ് പേജ് ഉള്ളി എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡോക്യുമെന്റിലെ ഫസ്റ്റ് പേജിന് മാത്രമായിരിക്കും ബോർഡർ വരുന്നത്. ഇനി ഇതിലെ ഓൾ എക്സെപ്റ്റ് ഫസ്റ്റ് പേജ് എന്നുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് ഒഴികെ ബാക്കിയുള്ള എല്ലാ പേജിനും ബോർഡർ വരും. അപ്പൊ ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ബോർഡറിന്റെ ആ ഒരു സ്റ്റൈൽ മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് ഹോൾ ഡോക്യുമെന്റ് ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് ദിസ് സെക്ഷൻ ഫസ്റ്റ് പേജ് ഉള്ളി എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് കൊടുത്തു നോക്കാം. അപ്പൊ ഇത് സെക്ഷൻ ഫസ്റ്റ് പേജ് ഉള്ളി എന്ന് പറയുന്ന ഇത് ഇത്രയും ലെങ്ത് ഉണ്ട് ഇവിടെ. ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഒരു ഡോക്യുമെന്റിൽ ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് ബോർഡറിലെ വ്യത്യാസം എന്ന് നോക്കാം. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഡോക്യുമെന്റിൽ ഫസ്റ്റ് പേജിൽ മാത്രമാണ് ബോർഡർ വന്നിരിക്കുന്നത്. താഴോട്ട് നോക്കി കഴിയുമ്പോൾ ബാക്കിയുള്ള പേജസിലൊന്നും ബോർഡർ ഇല്ല. അപ്പൊ അതിനാണ് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് പേജിൽ ദി സെക്ഷൻ ഫസ്റ്റ് പേജ് ഉള്ളി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്തത് ദി സെക്ഷൻ ഓൾ എക്സെപ്റ്റ് ഫസ്റ്റ് പേജ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കണം അപ്ലൈ ടു എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഓൾ എക്സെപ്റ്റ് ഫസ്റ്റ് പേജ് എന്നുള്ളത് വന്നിട്ടുണ്ടോ എന്ന്. അതിനുശേഷം നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്നത് മാറി പുതിയ ബോർഡേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ താഴോട്ട് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഫസ്റ്റ് പേജിൽ ബോർഡർ കാണാനായിട്ട് സാധിക്കുന്നില്ല. താഴോട്ടുള്ള ബാക്കി എല്ലാ പേജിലും ബോർഡർ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റിലുള്ള എല്ലാ പേജിനും ബോർഡർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് പേജിന് മാത്രം ബോർഡർ കൊടുക്കുന്നത്. ദെൻ ഫസ്റ്റ് പേജ് ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിനും ബോർഡർ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി നമ്മൾ ഈ ഒരു ബോർഡർ നമുക്ക് കളയാനും സെയിം പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടത്. ബോർഡർ എന്ന് പറയുമ്പോൾ ഡിസൈൻ എന്ന് പറയുന്ന ടാബിലാണ്. ഡിസൈൻ ടാബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവസാനത്തെ ഗ്രൂപ്പിൽ നിന്നും പേജ് ബോർഡേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ പേജ് ബോർഡേഴ്സിന്റെ പേജിൽ നിന്നും നൺ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ആ ഒരു ബോർഡർ അവിടുന്ന് പോയിട്ടുണ്ട്. അപ്പൊ ബോർഡർ കൊടുക്കാനും അല്ലെങ്കിൽ ബോർഡർ കളയാനും എല്ലാം നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എന്ന് പറയുന്ന ഈ ഒരു വിൻഡോയിലാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം. പ്രയാസമൊന്നുമില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു കാര്യമാണ് പഠിച്ചത്. അതായത് എങ്ങനെ നമുക്ക് ആവശ്യമുള്ള പേജിൽ മാത്രം ബോർഡർ കൊടുക്കാമെന്ന്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അധികം ആർക്കും അറിയാൻ പറ്റാത്ത ഒരു പഠിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എളുപ്പമായോ എന്നോട് പറയുക. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.